ഹലോ ഗായ്സ്, വെൽക്കം ടു സൈബർ ഗാർഡ് മലയാളം. ഇത് നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കാലി ലിനക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ഗായ്സ്, നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത് ടെർമിനലാണ്. ഇപ്പോൾ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? CTRL Alt T എനിക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടെർമിനൽ ഓപ്പൺ ആവും. ടെർമിനലിലെ ടെക്സ്റ്റ് വലുതാക്കാൻ CTRL++. അപ്പം കുറച്ചും കൂടെ വ്യക്തം നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കമാൻഡാണ് ഹുവാമൈ. നമ്മളിപ്പോൾ ആരായിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ ഏത് യൂസറായിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാനായിട്ട് ഹുവാമൈ എന്നുള്ള കമാൻഡ് കൊടുത്താൽ മതി. ഹുവാമൈ കലി. നമ്മളിപ്പോൾ കലിയിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാ കമാൻഡ്സും ഈ നോർമൽ യൂസറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേണ്ടൊരു കമാൻഡാണ് റൂട്ടാവാനായിട്ട് നമ്മളൊരു കമാൻഡ് കൊടുക്കണം. സുഡോ സു. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ റൂട്ട് യൂസറാണ്. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഒന്നും കൂടെ ഹുവാമൈ കൊടുത്തു നോക്കാം. ഹുവാമൈ റൂട്ട്. നമ്മൾ റൂട്ടിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനായിട്ട് എക്സിറ്റ്. കാലി ലിനക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക ടൂൾസ് യൂസ് ചെയ്യാൻ നമുക്ക് റൂട്ട് പെർമിഷൻ വേണം. റൂട്ട് പ്രിവിലേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മിക്ക ടൂൾസും വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹോം കാലിയിലാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വരണമെങ്കിൽ, ഇപ്പോൾ ഒരു ഡയറക്ടറിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നോർമലി നമ്മൾ ഹോം എടുത്തു, അതിന് ഡെസ്ക്ടോപ്പിലേക്ക് പോകും. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കമാൻഡ് പ്രോപ്പർട്ടിയിലൂടെ ഈസി ആയിട്ട് ചെയ്യുന്നതാണ് CD ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പ്. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഇപ്പോൾ ഒരു ഫോൾഡർ ഈ പാസ് എന്ന ഫോൾഡർ നമുക്ക് എടുക്കാനായിട്ട് LS ആ ഫോൾഡറിനെ ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ഫോൾഡർ ഉണ്ടാവും, ഡോട്ട് ഫോൾഡർ ഉണ്ടാവും. നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല. നമുക്ക് എടുക്കണമെങ്കിൽ LS-LA കൊടുത്താൽ ഹിഡൻ ആയിട്ടുള്ള ഫോൾഡേഴ്സ് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഹിഡൻ ആയിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ന്യൂ ഫോൾഡർ തന്നെ ആയിക്കോട്ടെ. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളൊരു ഡോട്ട് ഇട്ടിട്ട് ക്രിയേറ്റ് കൊടുത്താൽ, ശരിക്കും ഡെസ്ക്ടോപ്പിലാണ് ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത്. ആ ഫോൾഡറും കൂടെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ആദ്യം കൊടുത്ത LS-LA എന്നുള്ള കമാൻഡ് കൊടുത്താൽ ആ ഫോൾഡർ നമുക്ക് വിസിബിൾ ആണ്. .ന്യൂ ഫോൾഡർ. അപ്പോൾ എന്താ, ആ ഫോൾഡർ ഹിഡൻ ആയിരിക്കുകയാണ്. നമ്മൾ ആ മുമ്പിലൊരു ഡോട്ട് കൊടുത്തതുകൊണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായ അതൊരു ഹിഡൻ ഫോൾഡറാണ്. അപ്പോൾ അതിനെ ഹിഡൻ ആക്കി വയ്ക്കും. മനസ്സിലായോ? അതിലുള്ള ഫയൽസും കാണാൻ പറ്റത്തില്ല, ഹിഡൻ ആയിരിക്കും. നമുക്ക് നോർമൽ GUIയിൽ നിന്ന് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണാൻ പറ്റും, ഫയൽ മാനേജറിൽ നമ്മൾ ഹിഡൻ ഫയൽസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി അടുത്ത ഒരു കമാൻഡാണ് PWD പ്രിൻറ്റ് വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ നമ്മൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാനായിട്ടാണ് PWD കമാൻഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് ഒരു ഫോൾഡർ. നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ നോർമലി പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോൾഡർ ക്രിയേറ്റ്, അല്ലാണ്ട് ടെർമിനലിലൂടെ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് MKDIR. ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി. നമുക്ക് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കും, അതിലാണ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് നാനോ എന്ന് പറഞ്ഞാൽ ടെർമിനലിലുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് നാനോ. സ്പേസ് എന്താണോ ടെക്സ്റ്റിൻ്റെ പേര്, ഞാൻ txt.txt എന്നാണ്. അപ്പോൾ നമുക്ക് ഒരു GUI നാനോൻ്റെ വേർഷൻ കാണിക്കും. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ. അതിൻ്റെ അകത്ത് ഹായ് എന്ന് ഒരു വേർഡ് കൊടുത്തു. ഇനി നമ്മളത് സേവ് ചെയ്യാനായിട്ട് CTRL-O നിൽക്കുക, എൻ്റർ അടിക്കുക. ഇപ്പോൾ അവിടെ ഒരു ഫയൽ വന്ന്, ആ ഫയൽ അവിടെ വന്ന്. ഇനി ഈ ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? CTRL-X അടിക്കുക.
എക്സിറ്റ് ആയി. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നി എങ്ങനെ നമുക്ക് ആ ഫയൽ ഒന്ന് റീഡ് ചെയ്യണം. ഇപ്പോൾ ടെർമിനലിൽ തന്നെയാണല്ലോ, ടെർമിനലിൽ തന്നെ റീഡ് ചെയ്യാനായിട്ടൊരു കമാൻഡാണ് ക്യാറ്റ് സ്പേസ് നമ്മുടെ ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ പേര്, ഫയലിൻ്റെ പേര്. നമുക്ക് ടെർമിനലിലൂടെ തന്നെ ആ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു കമാൻഡാണ്, ഇപ്പോൾ എനിക്ക് ആ ടെക്സ്റ്റ് ഫയലൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കണതാണ് rm കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. rm സ്പേസ് ആ ടെക്സ്റ്റിൻ്റെ പേര്, ആ ഫയൽ റിമൂവ് ആയിപ്പോയി. ഇനി നമുക്ക് ആ ഫോൾഡർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റിമൂവ് ചെയ്ത പോലെ ഫോൾഡറിൻ്റെ പേര് കൊടുത്ത് നോക്കാം. നമുക്ക് ഫോൾഡേഴ്സ് rm നോർമൽ ആയിട്ട്, നമ്മൾ rm നോർമലായിട്ട് കൊടുക്കുന്ന പോലെ rm കമാൻഡ് വെച്ച് കൊടുത്താൽ വർക്ക് ചെയ്യത്തില്ല. അതൊരു ഡയറക്ടറിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, rmൻ്റെ കൂടെ -r എന്നും കൂടെ കൊടുക്കണം. ചെയ്ത് നോക്കാം. rm -r സ്പേസ് നമ്മുടെ ഡയറക്ടറിയുടെ പേര്. അപ്പോൾ ആ ഡയറക്ടറി പോയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം ലിനക്സിനെ. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ് sudo apt അപ്ഡേറ്റ്. അപ്ഡേറ്റും ഉണ്ട്, അപ്ഗ്രേഡും ഉണ്ട്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ നമ്മൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറില്ല, അതേപോലെ ഒന്ന് അപ്ഡേറ്റ് ആവും, ന്യൂ വേർഷൻ ഒന്ന് അപ്ഡേറ്റ് ആവും. നമ്മൾ ന്യൂ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ലിനക്സ് ഒന്ന് സ്ലോ ആവും. എന്നുവെച്ചാൽ കാൽ ലിനക്സ് നമ്മളിപ്പോൾ വെർച്വൽ മെഷീനിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്ലോ ആവും. നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ വെർച്വൽ മെഷീൻ നമ്മൾ പഠിക്കാനായിട്ട് വെർച്വൽ മെഷീനിലാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ന്യൂ പാക്കേജസ് വരുന്നത് നമ്മുടെ റിസോഴ്സസിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കൊന്ന് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. sudo apt -get. ഇപ്പോൾ ഗിറ്റ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓൾറെഡി ഉള്ള വേർഷൻ കാണിക്കും. ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാൾഡ് ആണ്. നമ്മളിപ്പോൾ ഗിറ്റ് നമ്മുടെ ഇൻസ്റ്റാൾഡ് അല്ലായിരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരത് ഇൻസ്റ്റാൾ ചെയ്തേനെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, പ്രൊസീഡ് കൊടുക്കണോ? അപ്പോൾ വൈ കൊടുത്താൽ മതി, നോർമലി തന്നെ ഇൻസ്റ്റാൾ ആവും, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ ഗൈസ്, ഇതെല്ലാമാണ് ബേസിക്കായിട്ടുള്ള കമാൻഡ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം.